ട്രംപിന് ഇനി വരാൻ പോകുന്നത് എട്ടിന്റെ പണിയാണ്. അതായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് ഒരു വമ്പൻ കരാറുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. വെനീസ്വലയിലെ വിജയം, റഷ്യ ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിൽ ട്രംപ് പരാജയപ്പെട്ടു, അതേപോലെ തന്നെ ഇറാനിലെ ആക്രമണങ്ങൾ സ്തംഭിപ്പിച്ചു എന്നിവയ്ക്ക് ശേഷം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡിന്റെ പുറകെ പോയിരിക്കുകയാണ്. ആർട്ടിക് സമുദ്രത്തിലേക്കുള്ള പാതകൾ നിയന്ത്രിക്കുന്ന ഗ്രീൻലാൻഡ് ഇപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും നിയന്ത്രണത്തിലാണ് എന്നും അമേരിക്ക ഇത് ഏറ്റെടുത്തില്ല എങ്കിൽ ഇത് റഷ്യയും ചൈനയും ഏറ്റെടുക്കുമെന്നുമാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഈ ഗ്രീൻലാൻഡിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് റഷ്യയും ചൈനയും പറഞ്ഞു കഴിഞ്ഞു. ഡെൻമാർക്കിൽ നിന്ന് ഗ്രീൻലാൻഡ് വാങ്ങുന്നതിനെ കുറിച്ച് വരെ ട്രംപ് ആലോചിച്ചു. എന്നാൽ ഡെൻമാർക്ക് ഇത് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഗ്രീൻലാൻഡിനെ സൈനികമായി കൂട്ടിച്ചേർക്കാനുള്ള ഏതൊരു അമേരിക്കയുടെ നടപടിയും നാറ്റോയുടെ അവസാനത്തെ അർത്ഥമാക്കുമെന്നുമാണ് ഡെൻമാർക്ക് മുന്നറിയിപ്പ് നൽകി. അതായത് ഇപ്പോൾ അമേരിക്കയും നാറ്റോയിലെ യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള ഒരു തർക്കമായി മാറിയിരിക്കുകയാണ് ഗ്രീൻലാൻഡ്. ഇങ്ങനെ ഇപ്പോൾ ഈ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് അടുത്തതായി ഭീഷണിപ്പെടുത്തിയത്. ഫെബ്രുവരി 1 മുതൽ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, UK, നെതർലാൻഡ്, ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾക്ക് 10% അധികം തീരുവ ചുമത്തുമെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇതിലും ഒത്തുതീർപ്പായില്ല എങ്കിൽ ജൂൺ 1 മുതൽ ഇത് 25% ഉയർത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗ്രീൻലാൻഡിന് വേണ്ടി അമേരിക്ക എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയധികം ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ദ്വീപിൽ കാണപ്പെടുന്ന ധാതുക്കളിലാണ് അമേരിക്കയുടെ കണ്ണ്. 2023 ഒരു സർവേ പ്രകാരം ഗ്രീൻലാൻഡിൽ നിന്ന് കണ്ടെത്തിയ 34 ധാതുക്കളിൽ 25 എണ്ണവും നിർണായകമായ അസംസ്കൃത വസ്തുക്കളാണ്. ഗ്രീൻലാൻഡുകാർക്ക് ഈ ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ആരും ഈ ധാതുക്കളിൽ സ്പർശിച്ചിട്ടുമില്ല. ഈ ധാതുക്കളിലാണ് ഇപ്പോൾ അമേരിക്ക കണ്ണുവെച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ട്രംപിന്റെ ഭീഷണി എന്ന് പറയുന്നത് താരിഫിന്റെ പേര് പറഞ്ഞിട്ടാണ്. ചില രാജ്യങ്ങൾ ഇതിൽ ട്രംപിനോട് അനുകൂലമായ രീതിയിൽ പോകുമ്പോഴും ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾ അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അവരുടേതായ സ്വന്തം രീതിയിൽ തീരുവകൾക്ക് മറുപടി നൽകുന്നതുമുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ 1 മുതൽ അമേരിക്കയിലെ പയറുവർഗ്ഗങ്ങൾക്ക് 30% തീരുവ ചുമത്തി ഇന്ത്യ ഇതിനെതിരെ തിരിച്ചടിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പോൾ ട്രംപിനെ തടയണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം. അതേപോലെ തന്നെ ഇന്ത്യയുടെയും ചൈനയുടെയും സഹായവും ഇവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒപ്പുവെക്കാൻ സാധ്യതയുള്ള ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ എന്ന് പറയുന്നത് ഇതിനൊരു വഴിത്തിരിവ് തന്നെയായിരിക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒരു ചരിത്രപരമായ വ്യാപാര കരാറിന്റെ വക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 2 ബില്യൺ ആളുകളുടെ വിപണിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. ആഗോള GDPയുടെ ഏകദേശം 4/1 വരും ഈ കരാർ. നമ്മുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജനുവരി 25 മുതൽ 27 വരെ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയ്ക്കൊപ്പം വോൺ ഡെയർ ലൈൻ ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉച്ചകോടി ചർച്ചകൾ നടത്തുകയും ചെയ്യും. ജനുവരി 27 നടക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ ദീർഘകാലമായി കാത്തിരുന്ന സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സമാപനം ചർച്ചക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്യും. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ചൈനയെ ആശ്രയിക്കുന്നതിൽ നിന്ന് ഇന്ത്യ ഒരു നിർണായക പങ്കാളിയായിട്ടാണ് ഇവരിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 27 രാജ്യങ്ങളുള്ള കൂട്ടായ്മയിലേക്കുള്ള ഒരു വ്യാപാര പങ്കാളി എന്നത് ഇന്ത്യയുടെ കയറ്റുമതി മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ഉൽപാദന മൂല്യ ശൃംഖല ഉയർത്താനുള്ള അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ എല്ലാം ആസൂത്രണം ചെയ്തതുപോലെ നടക്കുകയും റിപ്പബ്ലിക് ദിനാഘോഷ വേളയിൽ വ്യാപാര കരാർ അവസാനിക്കുകയും ചെയ്താൽ ഇത് ഇന്ത്യയുടെ 19ാമത് വ്യാപാര കരാറായി മാറും. 2021 മുതൽ ഇന്ത്യ ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന്റെ തിരക്കിലാണ്. ഈ കരാർ ഇന്ത്യയിലെ ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും സങ്കീർണവുമായ ഒരു വ്യാപാര കരാറായിരിക്കും. യൂറോപ്യൻ യൂണിയനിലെ 27 അംഗ കസ്റ്റംസ് യൂണിയനിലുടനീളം ചരക്കുകൾ, സേവനങ്ങൾ, വ്യാപാര നിയമങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള നിലവിലെ വ്യാപാര ബന്ധങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 2024-25 യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം എന്ന് പറയുന്നത് $136.53 ബില്യൺ ആയിരുന്നു. കയറ്റുമതി $75.85 ബില്യൺ, ഇറക്കുമതി $60.68 ബില്യൺ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 17% യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഈ കരാറ് ഇരു കൂട്ടർക്കും, ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും വളരെയധികം ഗുണമാണ് ചെയ്യുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ എന്നീ മേഖലകളിലേക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും. അതേപോലെ തന്നെ ഉയർന്ന മൂല്യമുള്ളതും വിജ്ഞാനാധിഷ്ഠിതമായ ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് തുടങ്ങിയ മേഖലകൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് 25% ഉൾപ്പെടെ 50% താരിഫ് അമേരിക്ക ചുമത്തിയിരിക്കുന്ന സമയത്ത് FTA ഇന്ത്യക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും. മറുവശത്തെ യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണികൾ ഒന്നിലേക്ക് പ്രവേശനം നൽകുന്നു.
യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള വൈനുകൾ, സ്പിരിറ്റുകൾ, മറ്റു ലഹരി പാനീയങ്ങൾ എന്നിവയ്ക്ക് കുറഞ്ഞ താരിഫ് നേരിടേണ്ടി വരും. ഇത് ഇന്ത്യൻ ഉപഭോക്താവിനെ കൂടുതൽ താങ്ങാനാവുന്ന വിലയാക്കുന്നു. അതായത് നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള വൈനുകൾക്കും സ്പിരിറ്റുകൾക്കും 150 മുതൽ 200% വരെ ഇറക്കുമതി തീരുവയുണ്ട്. FTA പ്രകാരം ഇത് ഗണ്യമായി കുറയുകയും ചെയ്യും. കൂടാതെ യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾക്ക്, പ്രത്യേകിച്ച് പ്രീമിയം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. താരിഫ് നിയന്ത്രണ തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിനാൽ വ്യാവസായിക യന്ത്രങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, രാസവസ്തുക്കൾ എന്നിവയുടെ യൂറോപ്യൻ കയറ്റുമതിക്കാർക്കും വ്യാപാരത്തിൽ കുതിച്ചുചാട്ടം കിട്ടും. ഇതുകൂടാതെ വിമാനത്തിന്റെ ഭാഗങ്ങൾ, വജ്രങ്ങൾ, ആഡംബര വസ്തുക്കൾ തുടങ്ങിയ പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് പോലും ഇന്ത്യയിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയും. വർഷങ്ങളായി നിരവധി റൗണ്ട് ചർച്ചകളാണ് ഈ കരാറിനുമേൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടത്തിയത്. ഈ നൂറ്റാണ്ടിലെ സാമ്പത്തിക ശക്തി കേന്ദ്രങ്ങളുമായി വ്യാപാരം നടത്താൻ യൂറോപ്പ് ആഗ്രഹിക്കുന്നു എന്നാണ് വോൺ ഡെർ ലയൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്ത്യയെ ഇതിന്റെ കാതലായി കാണുന്നു എന്നും കൂട്ടിച്ചേർത്തു. അതെ, ഈ നൂറ്റാണ്ടിലെ സാമ്പത്തിക ശക്തി കേന്ദ്രമായി വളരുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഇങ്ങനെ ഇൻഡോ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഒപ്പുവെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അഭിലഷണീയവുമായ വ്യാപാര കരാറുകൾ ഒന്നായിരിക്കും ഇത്. താരിഫുകൾ മാത്രമല്ല, സേവനങ്ങൾ, നിക്ഷേപം, ഡിജിറ്റൽ വ്യാപാരം, സുസ്ഥിര മാനദണ്ഡങ്ങൾ, നിയന്ത്രണ സഹകരണം എന്നിവയും ഇതിൽ ഉൾപ്പെടും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾ ഒരാളിലേക്കും സാങ്കേതിക വിദ്യയുടെയും നിക്ഷേപത്തിന്റെയും ഒരു പ്രധാന ഉറവിടത്തിലേക്കും കൂടുതൽ ആഴത്തിലുള്ള പ്രവേശനമാണ് ഈ കരാർ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇതുപോലെയുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.